മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആ സ്വാമി വന്നിട്ട് കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ട് മഹാലക്ഷ്മിക്കും കണ്ണനും ആ പായസത്തിൽ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ, ആ പായസമാണ് അവർ രണ്ടുപേരും കൂടി കുടിക്കുന്നത്. അതേസമയം പ്രതാപനും മുത്തശ്ശിയും കൂടി തൊടിയിൽ കൂടെ പോവുകയാണ് കേട്ടോ. എന്തെങ്കിലും മാങ്ങ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ, ഞാൻ പറിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. കാരണം മഹാലക്ഷ്മി മറ്റേ ആ പായസം കൊടുത്തു കഴിഞ്ഞാൽ അവർ കുടിക്കേണ്ടി വരുമല്ലോ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവർ പോയിരിക്കുന്നത്. പക്ഷേ ആ ഫ്രിഡ്ജിൽ വെച്ച പായസം എടുത്തിട്ടാണ് അവർ കുടിച്ചിരിക്കുന്നതെന്നും പിന്നീട് വീണ്ടും ആ പായസം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണെന്നും കരുണ അറിയുന്നതേ ഇല്ല. കരുണ പക്ഷേ പിന്നീട് ആ പായസം എടുത്ത് കുടിക്കാൻ കേട്ടോ. അതേസമയം മഹാലക്ഷ്മിയും കണ്ണനും അമ്മയ്ക്ക് വേണ്ടിയിട്ട് വലിയൊരു കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ. കണ്ണന് സ്വന്തം അമ്മയെ പോലെയാണ് മോഹിനി. കാരണം രണ്ടാനമ്മ തന്നെ സ്നേഹിച്ചിട്ടില്ല, തന്നെ ദുഷ്ടത്തരം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഈ അമ്മയാണ് തനിക്ക് സ്നേഹം എന്താണെന്ന് അറിയിച്ചു തന്നത്. അതുകൊണ്ട് കേക്ക് എല്ലാവരുമായിട്ട് മുറിക്കണം എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അതേസമയം മോഹിനി കേക്കൊക്കെ മുറിക്കുകയാണ്. പ്രതാപം എല്ലാവരെയും ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. മോഹിനി കേക്കൊക്കെ മുറിച്ചിട്ട് എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കൊടുക്കേണ്ടിട്ട് മൂത്ത മോനെ പോലെയാണ് എന്ന് പറഞ്ഞ് കണ്ണനും വെച്ച് കൊടുക്കേണ്ടത്. അതേസമയം കരുണ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ചിരിച്ച മുഖമായിട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് പ്രതാപ് എല്ലാവരെയും കൂട്ടിയിട്ട് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. ഫോട്ടോ എടുക്കുമ്പോൾ പ്രതാപം മനസ്സിൽ വിചാരിക്കുകയാണ്, ചിരിച്ചോ ചിരിച്ചോ, നിൻ്റെ അവസാന ചിരിയാണ്. ഇനി നിനക്ക് ജീവിതത്തിൽ ഈ ചിരി ഉണ്ടാകില്ല. കാരണം നിൻ്റെ മകളും മരുമകനും മരിക്കും, പിന്നെ നിനക്ക് ചിരിക്കാൻ പറ്റില്ല എന്നിങ്ങനെ മനസ്സിൽ കരുതിയിട്ട് എല്ലാവരുമായിട്ട് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം അവർ സന്തോഷമായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് കേട്ടോ. ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ കരുണയുടെയും പ്രതാപൻ്റെയും മനസ്സിൽ ഭയങ്കര സന്തോഷത്തോടെയാണ്. പിന്നീട് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. മഹാലക്ഷ്മി കണ്ണനും വീട്ടിലേക്ക് പോകുമ്പോൾ ദുർഗ ഇങ്ങനെ ചിരിയോട് കൂടി സ്വീകരിക്കുകയാണ് കേട്ടോ. വാ വാ എന്ന് പറയുകയാണ് കേട്ടോ. അതേസമയം കണ്ണൻ ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങളിങ്ങനെ ചിരിച്ച് സ്വീകരിക്കുന്നത്, എന്തെങ്കിലും ചതിയുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, എന്താ കണ്ണാ നീ ഇങ്ങനെയൊക്കെ, എന്ത് ഞാൻ ചെയ്താലും നീ എന്താ ഇങ്ങനെ, നിനക്ക് ഒരിക്കലും എന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എൻ്റെ മോളും കൂടി നഷ്ടപ്പെട്ടു, എനിക്ക് ആരും ഇല്ല എന്ന് പറഞ്ഞിട്ട് ദുർഗ ഒരു കള്ളക്കരച്ചിൽ കറിയാണ് കേട്ടോ. അതേസമയം കണ്ണൻ പറയുന്നുണ്ട്, നിങ്ങളുടെ മോളെ ആ സാഗറിൻ്റെ കൂടെ സന്തോഷത്തോടെയാണ് ജീവിക്കണം, ഒരിക്കലും മേഘനാഥനെ പോലെയല്ല. മേഘനാഥൻ കണ്ണി കണ്ട പെണ്ണുങ്ങളുടെ കൂടെ പോയി കൊച്ചുകൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഉപേക്ഷിച്ച് പോണ പോലെയല്ല. ആ സാഗറിൻ്റെ കൂടെ അവൾക്ക് നല്ല ജീവിതമാണ്, ചിലപ്പോൾ അവൾ നന്നായി ജീവിക്കും, മഞ്ജു സന്തോഷത്തോടു കൂടി ജീവിക്കും ഇനി എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം ഇവർ പോയത് മുത്തശ്ശിയും പ്രതാപനും കരുണയും കൂടി സന്തോഷത്തോടെ ചിരിക്കുകയാണ് കേട്ടോ. മോളെ പോയി ഏതായാലും നാളെ മുതൽ അവളുടെ വയറ് പണി മുടക്കും. അതിന് രണ്ടുപേരും കൂടിയിട്ടാണ് പണിമുടക്കുക. അതുതന്നെ സമയം മറിമരുന്ന് കൊടുത്താൽ മാത്രമേ കാര്യങ്ങൾ ശരിയാകുള്ളൂ. എന്തായാലും ഇവർക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇവരറിയുന്നില്ല ഈ ഫോട്ടോ എടുക്കുമ്പോഴും കരുണയുടെ വയറ്റിലെ കുഞ്ഞ് ഇതോടുകൂടി പോകുകയാണ്, കരുണയ്ക്കാണ് സംഭവിക്കുന്നത് എന്ന്. പക്ഷേ അവരറിയുമ്പോഴേക്കും ഒരുപാട് വൈകുകയാണ് കേട്ടോ. ഇവർ സന്തോഷം കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അതേസമയം റൂമിലെത്തിയ കണ്ണങ്ങനെ മഹിയോട് പറയുകയാണ് കേട്ടോ, എനിക്കിനി വീൽ ചെയറിൽ ഇരിക്കാൻ വയ്യ, എനിക്ക് എഴുന്നേറ്റ് നടക്കണമെന്നുണ്ട്, അനന്തോ മാർക്കോ ഉണ്ടെങ്കിൽ അതിന് പറ്റുമായിരുന്നു പറയും. അതിനെന്തിനാ കണ്ണേട്ടാ, ഞാനുണ്ടല്ലോ, കണ്ണേട്ടൻ എഴുന്നേറ്റ് നടക്കണോ എന്ന് ചോദിക്കും. അതേ എന്ന് പറഞ്ഞിട്ട് മഹിയുടെ തോളിൽ പിടിച്ചിട്ട് ഇങ്ങനെ കണ്ണൻ പതുക്കെ നടക്കുകയാണ് കേട്ടോ. അപ്പോഴും കണ്ണൻ്റെ ഇടുപ്പ് ബാലൻസ് ആയിട്ടില്ല. കണ്ണൻ പെട്ടെന്ന് വീഴാൻ പോകുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി ആ കിടക്കയിലേക്കാണ് ആക്കുന്നത് കേട്ടോ. എന്താ മതിയായോ ചോദിക്കില്ല, എനിക്കിനിയും നടക്കണം, വീൽ ചെയറിൽ നടക്കാൻ എനിക്കിഷ്ടമില്ല. അവർ വാതിലടച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം അവർക്ക് തീരെ വിശ്വാസമില്ല, അത് ഉറപ്പായ കാര്യമാണല്ലോ, ആരെങ്കിലും വരും ഇത് കാണരുത് എന്നുള്ളത് പറഞ്ഞിട്ട്. അതിനുശേഷം മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ണേട്ടനെ എപ്പോൾ എഴുന്നേറ്റ് നടക്കണം പറഞ്ഞാലും ഞാനുണ്ട് കണ്ണേട്ട എന്ന് പറയണം കേട്ടോ. പിന്നീട് ഫോൺ ചെയ്യണം, എന്താ നീ വരുന്നില്ലേ എന്ന് ചോദിക്കും. ഞാൻ വരുന്നില്ല, ഏതായാലും ഉണ്ണിയേട്ട അവർ രണ്ടുപേരും കുടിച്ചിട്ടുണ്ട്, എന്തായാലും അവർക്ക് എന്തെങ്കിലും ആയി അവൾക്ക് ഛർദിയൊക്കെ തുടങ്ങി, അതിനുശേഷമേ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുള്ളൂ. കാരണം ഇവിടെ അച്ഛനും മുത്തശ്ശിയും ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. ഉണ്ണിയേട്ട ഒരു കാര്യം ഉറപ്പിച്ചോ, കണ്ണേട്ടൻ്റെ ചെയറിൽ ഉണ്ണിയേട്ടനും അവളുടെ ചെയറിൽ ഞാനും, നമ്മൾ രണ്ടുപേരുമാണ് ഇനി അവിടെ കമലേശ്വരം ഗ്രൂപ്പും ഫൈനാൻസും എല്ലാം ഭരിക്കാൻ പോണത്. അവളെ നാളെ മുതൽ ആ പരിപാടികളെല്ലാം തുടങ്ങും, ഒന്നും അറിയരുത് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അത് കേട്ടുകൊണ്ട് അവർ സന്തോഷത്തിൽ